ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മാർക്കോ സിനിമ കാണാനായിട്ട് വർക്കല എസ് ആറിലാണ് പോകുന്നത്. വർക്കല എസ് ആർ എന്ന് പറയുമ്പോഴത്തേക്ക് ശിവേരിയിലോട്ട് പോകുന്ന വഴിയിലാണ് ഈ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. തിയേറ്ററിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു പമ്പുണ്ട്. പമ്പിൻ്റെ പുറകുവശത്തായിട്ടാണ് എസ് ആർ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് വർക്കല. അപ്പോൾ നമുക്ക് നേരെ തിയേറ്ററിന് എൻട്രിയിലോട്ട് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാർ പാർക്കിംഗ് ഏരിയയാണ്. ചെറിയൊരു കാർ പാർക്കിംഗ് ഏരിയയാണ്. ഈ തിയേറ്ററിൻ്റെ തൊട്ട് അടുത്തതായിട്ടാണ് ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇത് ശിവഗിരിയിലോട്ട് പോകുന്ന വഴിയാണ്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ടു വീലർ പാർക്കിംഗ് ഏരിയ. ടു വീലറിന് അത്യാവശ്യം വലിയ പാർക്കിംഗ് ഏരിയ തന്നെ തിയേറ്റർ നൽകിയിട്ടുണ്ട്. തിയേറ്ററിന് അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്ക് അതിവിശാലമായൊരു ഹാളാണ്. അത്യാവശ്യം നീറ്റായിട്ടുള്ള ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാഫറ്റേരിയ. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ലക്ഷറി എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറിയും കൂടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ കാറിൻ്റെ. അപ്പോൾ ഫോർ വീലറിന് ഇവിടെ അത്യാവശ്യം ചെറിയ പാർക്കിംഗ് ഏരിയയാണ് നൽകുന്നത്. നമുക്ക് തിയേറ്ററിനകത്തോട്ട് കയറാനുള്ള ടൈമായി. ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തേക്കുന്ന ബാൽക്കണിയാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമ്മൾ നേരെ കയറി ചെല്ലുമ്പോഴത്തേക്കും ഒരു കഫറ്റേരിയ കാണാം. പക്ഷേ അത് ഓപ്പണിംഗ് അല്ല. നമുക്കിനി നേരെ സ്ക്രീനിൻ്റെ അങ്ങോട്ട് പോവാം. ഇതാണ് ബാൽക്കണിയിലോട്ടുള്ള എൻട്രി. ഈ താഴെ കാണുന്നതാണ് ഈ തിയേറ്ററിൻ്റെ ഗോൾഡ് സർക്കിള്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ചെറിയൊരു വെളിച്ചക്കുറവുണ്ട്, എന്നാലും ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട് റോയിൽ നിന്ന് സ്ക്രീനിലോട്ട് നോക്കുമ്പോഴത്തേക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ പറ്റും. ആ രീതിയിലാണ് തിയേറ്ററിൻ്റെ സീറ്റ് അറേഞ്ച്മെൻറ്റ്. അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു ഇന്റീരിയർ വർക്കൊക്കെയാണ് തിയേറ്റർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റമൊക്കെ പൊളിയായിരുന്നു. ഡോൾബി അറ്റ്മോസ്റ്റ് 7.1 ആയിരുന്നു. സ്ക്രീൻ ചെറിയൊരു മങ്ങലുണ്ടായിരുന്നു. അതൊഴിച്ചാൽ ബാക്കിയെല്ലാം കിടിലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതാണ് ബാൽക്കണിയുടെ ഒരു വ്യൂ. സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് മൊത്തത്തിലുള്ളൊരു വ്യൂ ഇതാണ്. പിന്നെ ഇവിടെ കയറി സിനിമ കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക.